ആടെ വീട്ടുപേരെന്ന് ഞാറുകുളത്തെ ആണോ? ഇവിടെ ബ്ലഡൊക്കെ എടുത്തിട്ട് വന്ന് ഞങ്ങളിവിടെ കിടക്കുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. തന്നെ പരിപാടി ഇതെല്ലാം വലിച്ചു വാരി കെട്ടി പൊഞ്ഞിട്ട് വെച്ചേക്കണേ. നമുക്ക് അപ്പടി ക്ഷീണമായിരുന്നു. ആണോ? രാവിലത്തെ ഭക്ഷണം കഴിച്ചതോളൂ, പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് കഴിച്ചില്ല. വൈകുന്നേരം ചായയും റസ്കും കഴിച്ച്, പിന്നെ ഇതിപ്പം പഴം കൊടുത്തപ്പം തിന്നുന്നുണ്ട്. പിന്നെ കിടപ്പ് തന്നെയായിരുന്നു. പനിയുടെ ക്ഷീണാന്ന് ഇത് പോയിട്ടില്ലെന്ന്. ഇപ്പൊ എല്ലാം അവിടെ മടക്കി കെട്ടി വെച്ചിരിക്കാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുവിടാൻ ആരും ഇല്ലെന്ന്. എന്നെ ആര് കൊണ്ടുവിടും? ആര് കൊണ്ടുവിടും? ഇപ്പം വിശപ്പായിട്ടുണ്ടെന്ന് തോന്നുന്നു, തിന്നുന്നുണ്ട്. ആരമ്മേനെ കൊണ്ടുവിടുമേ? അമ്മേനെ ആരാ കൊണ്ടുവിടണ്ടേ? കൊണ്ടുവരും. അവരാരും പിള്ളേരാരും പട്ടിയും കൊണ്ട്. ഏത് പിള്ളേരാമേ? കയ്യല് സാവോ രോമോനോ വിവീനായോ ആരൊക്കെ? വിവീനായോ? 3-4 പേര് കാണും. ആണോ? ഒരിപ്പം എങ്ങോട്ട് പോയിട്ടില്ലല്ലോ. ഇവിടെ ഇപ്പൊ ആരും ഇല്ലേ? അവരിപ്പം ഇങ്ങനെയാവും. അവർ പോരാഞ്ഞെങ്കിൽ മറ്റു പിള്ളേർ എൻ്റെ അടുക്കലായിരുന്നു. അത് എന്നെ കഞ്ഞി കുടിക്കാഞ്ഞ ഉച്ചയ്ക്ക്? ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാഞ്ഞേ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാഞ്ഞ എന്നാന്ന്? വിശപ്പില്ലാഞ്ഞിട്ട് അല്ലേ? വിശപ്പില്ലെങ്കിൽ എങ്ങനെയാ കഴിക്കുന്നേ? കൃത്യമായിട്ട് അങ്ങനെ കഴിപ്പൊന്നുമില്ല. കൃത്യമായിട്ടൊക്കെ കഴിച്ചോണ്ടിരുന്നതാ. പനി വന്ന പിന്നെയാ കൃത്യത മാറിയത്. ഏതെങ്കിലും സമയത്തിന് പിന്നെ അതുപോലെ വയറിന് സുഖം ഉണ്ടെങ്കിൽ മാത്രം കുടിക്കാൻ. അല്ലാത്ത പനിയാന്നേ, അതാ ക്ഷീണം പോയില്ല. അത് വെള്ളം കുടിപ്പിക്കുക, അതേ ഉള്ളൂ മെയിൻ പരിപാടി. ഇതെല്ലാം മടക്കി കെട്ടി വെച്ചിരിക്കുക. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടണല്ലോ. കഴിച്ചു കഴിച്ചാൽ പിന്നെ ഉടനെ അതിന് കുറേ മരുന്ന് കഴിക്കണം. പിന്നെ അതിന് ഓരോ സുഖ. മേഡം മുഖമൊക്കെ ഞാൻ കുഞ്ഞായിപ്പോ അല്ലേ? ക്ഷീണിച്ചില്ല. ഭക്ഷണം കഴിപ്പ് കുറവ്. പനി വന്ന ആരായാലും എത്ര ആരോഗ്യമുള്ളവർ ക്ഷീണിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായമായ ആൾക്കാരുടെ കാര്യം പറയണം. എന്നാ ഇതും കൂടെ തിന്നോ. അതും കൂടെ തിന്നോ, അത്രേ ഉള്ളൂ. ഞാലിപ്പം പോലെയല്ലേ? അമ്മയ്ക്ക് അറിയാമല്ലോ ഞാലിപ്പൂവനാന്നൊക്കെ. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഞാലിപ്പൂവനാണോ പാളയംകോടനാണോ പൂവനാണോ എന്നൊന്നും അറിയാൻ മേലാത്തത്. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം അല്ലേ? പണ്ടത്തെ കൊലക്കൊക്കെ ഇപ്പം 60 കിട്ടിയ മറ്റേ നേരത്തെ അറിയില്ല. തിന്നുമ്പോ അറിയത്തില്ലേ പഴയ ഏതാന്ന് അല്ലേ? തിന്നുമ്പോ അറിയാം. ഞാലിപ്പൂവിന്റേതായ ടേസ്റ്റ് ഉണ്ട്. പൂവിന്റെ പാളയംകോടനുണ്ട്, അറിയാം. അത് ഞാലിപ്പൂനാന്നറിയാം. അന്ന് വാഴയെ പരിചയം വേണം, പിന്നെ വാഴക്കൊലയെ പരിചയം വേണം. അതൊന്നുമില്ല, പഴം തന്നെ അറിയാൻ പറ്റും. എന്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ എനിക്ക് കൊലകളെല്ലാം അറിയാം, ഏത് ഇന്ത്യന്നറിയാം. പഴം തിന്നുമ്പോഴും അറിയാം. അത് പഴം കൊലകൾ അറിയാവുന്നതുകൊണ്ട് പഴം തിന്നുമ്പോ അറിയാം. പഴത്തിന് 3 ടേസ്റ്റ് ആണ്. അതൊക്കെ അതെ, ശരിയാണ്. പക്ഷേ ഇതിനകത്തുള്ള ഇത് ഇപ്പോൾ ഒരുത്തിനോട് കൊണ്ടാ കൊടുത്ത് വാഴയും ഒന്നും പരിചയമില്ലാത്തതിനോട് കൊണ്ടുപോയി ഒരു പഴം കൊടുത്തിട്ട് ഇത് ഏത് പഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്നാ പറയും? ചേച്ചിയോട് കഴിഞ്ഞ ദിവസം ഞാൻ ചേച്ചി പറയാം, ചേച്ചി എല്ലാ പ്രാവശ്യം പറയും ചേച്ചിക്ക് ഏത് പഴാന്ന് അറിയത്തില്ലെന്ന്. തിന്ന ചേച്ചിക്ക് മനസ്സിലായില്ലെന്ന് ചേച്ചി പറയണത്. ചേച്ചി അവിടെ പഴം തിന്നില്ല, അവിടെ ആ പഴമുള്ള ഈ ഏത്തപ്പഴം മാത്രമേ കിട്ടുള്ളൂ. ഈ റോസ്റ്റാ മോഡൽ. എന്തായാലും അങ്ങനെ ആയിരിക്കുമല്ലോ. വീട്ടിലും നിന്നവര് പരിചയമില്ല. +2 കഴിഞ്ഞപ്പോഴേ പഠിക്കാൻ പോയി, പിന്നെ ജോലിക്ക് പോയി. അതങ്ങനെ അത് ശരിയാ, അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പം. പക്ഷെ ഇവിടുത്തെ പിള്ളേർക്ക് അറിയാമല്ലോ. ഇവിടുത്തെ പിള്ളേർ ഇവിടെ വാഴയൊക്കെ വെച്ച് കണ്ടിട്ടില്ലേ? കണ്ടോണ്ടൊന്നുമല്ല, പാളയം കൊണ്ടുമ്പോഴേ അവര് തിന്നിയാലും ഞാൻ പറ്റിച്ചു കൊടുക്കും. എടാ അത് പോകുമ്പോഴാന്ന് പറഞ്ഞ് അവൻ വായ വെക്കുമ്പോഴേ പറയും ഇത് പാളയം കൊണ്ട് എനിക്ക് വേണ്ടെന്ന്. അത് ഇവിടെ കൊല നമ്മൾ പഴിപ്പിക്കുകയും വെട്ടിപ്പഴിപ്പിക്കുകയും ഓരോന്ന് വെട്ടി വെക്കുന്ന കാണുമ്പോൾ എൻ്റെ കൊലയാന്ന് പറഞ്ഞ് വെക്കുന്ന കാണുമ്പോൾ അവർക്കറിയാം. അല്ലാതെ എങ്ങനെയാ അറിയുന്നത്? വാഴക്കൊല കണ്ടിട്ടാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അല്ല വാഴ കണ്ടിട്ടാണോ പഴം മനസ്സിലാക്കുന്നത്? ടേസ്റ്റ് നോക്കി പഴം മനസ്സിലാക്കി പറയാൻ പറ്റിയല്ലേ? ഒന്ന് കമന്റ് ഇട്ടണേ. ടേസ്റ്റ് നോക്കി പഴം എന്ന് പറഞ്ഞാൽ അതാ ഇന്ന പഴാന്നുള്ളത് അറിഞ്ഞിരിക്കണം. ആ ടേസ്റ്റ് ഉള്ള പഴം ഇന്ന പഴാന്ന് ഉണ്ടെങ്കിലുള്ളൂ. അതിപ്പോ അപ്പൊ ആ പഴം നിന്നോട് പറയാ ഇത് പൂവമ്പഴം തന്നിട്ട് പറയാ ഇത് ഞാലിപ്പൂമ്പഴാന്ന് പറഞ്ഞ് നിന്നെ അങ്ങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നീ വിശ്വസിക്കുകയുള്ളൂ. അത് അങ്ങനെ പഠിപ്പിക്കുന്നില്ലല്ലോ.
പഠിപ്പിക്കണമല്ലോ. ഇത് പറഞ്ഞു കൊടുക്കുന്നില്ലായിരിക്കും ഇത് ഞാലിപ്പൂവനാണ്, ഇത് പൂവനാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നില്ലായിരിക്കും. പഴം മേടിച്ചങ്ങ് കൊടുക്കുന്നു, തിന്നുന്നു. ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെയായിരിക്കും? അടുത്ത് ചുണ്ടിലാക്കണ്ണൻ, ചാരപ്പൂവൻ, 4, 6 തരത്തിലുള്ള കൊലങ്ങളുണ്ട്. കണ്ടോട്ടാ അമ്മ പറഞ്ഞു ഉഷാറായേ. അതാ പറഞ്ഞത് അമ്മ വാഴ നട്ട്. അതെ, ആറ്റുകണ്ണൻ എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാ സ്ഥലത്തും എങ്ങനെയാണോ പറയണതെന്ന് എനിക്ക് അറിയില്ല അല്ലേ. ചാരപ്പൂവൻ, അത് വേറൊരു ടേസ്റ്റ്. ചുണ്ടില്ലാക്കണ്ണൻ ഏറ്റവും നല്ല പഴം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴ. ഞങ്ങളൊക്കെ ചെറുപ്പമായിട്ടും കാരണന്മാർ വാഴക്കൊല വെക്കുമ്പോൾ അവര് അത് അന്നാരും നോക്കിക്കണ്ട് മനസ്സിലാക്കി ഞങ്ങളോട് പറയായിരുന്നു, പറഞ്ഞു തന്നു ഇതിന്റെ വാഴയാന്നല്ലേ. അങ്ങനെയല്ലേ പഠിച്ചത്, നമ്മൾക്ക് വല്ലതും അറിയാവും. ഇപ്പൊ ആരും കൃഷിയിലോട്ട് ഇറങ്ങുന്നില്ലല്ലോ, പിള്ളേർക്കൊന്നും അറിയത്തില്ലല്ലോ. പിള്ളേരൊന്നും വലിയവർക്കും കുറെ പേർക്കൊന്നും അറിയാൻ മേലാത്തവരുണ്ടമ്മേ. ഇന്ന പഴാന്ന് അറിയാൻ മേലാത്തവരും ഉണ്ട്. ഒന്നുമില്ല, ഉള്ളവർക്കൊന്നും വേണമെന്നില്ല, കൃഷി വേണമെന്നില്ല. ഓരോ നാട്ടിൽ എന്തൊക്കെയാണോ പേര് പറയുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഇച്ചിരി തടസ്സം വന്നിട്ടുണ്ട്, അവർക്ക് കുറെ 2 ഇരട്ടി 3 ഇരട്ടി പറഞ്ഞ് അലമ്പുണ്ടാക്കാൻ മാത്രം പറയാം. ഈ അമ്മയ്ക്ക് അലമ്പിന്റെ കാര്യം അറിയത്തുള്ളൂ. എപ്പോഴും ശരി അലമ്പുണ്ടല്ലേ മനുഷ്യനെ വെറുപ്പിച്ച് കളയാം. അതേ, മനുഷ്യനെ വെറുപ്പിച്ച് കളയാം. അത് സത്യം കേട്ടോ. ഞാൻ പോയേക്കുവാ, എനിക്ക് അമ്മയുടെ വിരിച്ചു കൊടുക്കത്, അതിലും വിരിച്ചു കൊടുക്കുക തന്നെ. ഒരു വെച്ച് പണിതല്ലോ അമ്മ, അതിലടുത്ത് പൊക്കി ഇതെല്ലാം ചുരുട്ടിക്കൂട്ടി വെച്ചത്. ഈ വയ്യാണ്ടിരിക്കും അല്ല, ഈ പനിയ ക്ഷീണമാണ്. ക്ഷീണം ഒന്ന് മാറിയ സമയം ഇപ്പം, അന്നപ്പം ചെയ്തതായിട്ടാ. ക്ഷീണം ഒന്ന് മാറി ഇപ്പം ആള് ചെയ്ത് വെച്ചതാ ഇതൊക്കെ അല്ലേ കുട്ടിയമ്മേ. ഇതും കെട്ടിക്കൊണ്ട് പോവാണ്. ഇതും കൊണ്ട് ഞാൻ പൊക്കോട്ടെ? അമ്മയല്ലേ ഇതും കൊണ്ട് പോണത്? അമ്മയല്ലേ ഇത് കെട്ടിപ്പറക്കി പോണത്? ഞാൻ പോവാ. ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് വരട്ടെ. നിന്റെ വീട്ടിലോട്ട്? ആ, ഇതൊക്കെ എങ്ങനെയാ അവർക്ക് കൊടുത്തു വിടണം? ഏത് അവർക്ക് കൊണ്ടുപോകാനുള്ള? ആർക്ക്? പിള്ളേർക്ക്. ഏത് പിള്ളേർക്ക്? ഇതിന്റെ ഉടയക്കാർ അവരല്ലേ? ഇതിന്റെ ഉടയക്കാർ അമ്മയാ. ഇതിന്റെ ഉടയക്കാരി ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ ഉടയക്കാരി ഇപ്പൊ അമ്മയാണ്. അതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഞാനാ. അമ്മ കിടക്കുന്നു, ഇതിനെല്ലാം കഴുകി പിറക്കി അമ്മയ്ക്ക് വിരിച്ചു തരുന്നത് ഞാനാണ്. പിന്നെ അത്ര ബോധിക്കുന്നില്ല. വേറെ ആരെങ്കിലും ഇവിടെ വരുമോ ചെയ്തു തരാൻ? വേറെ ആരെങ്കിലും ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട്, അതിന്റെ വീഡിയോ എടുത്ത് ഞാൻ ഇടും. ആരെങ്കിലും നമുക്ക് കാണാം. ആരെങ്കിലും വരുമെന്ന് എനിക്കൊരു വേണ്ട ഒന്ന് ചെയ്തു തരാൻ. വരുമ്പോഴത്തേക്ക് വീഡിയോ എടുത്തിടും, ഇന്ന ആള് വന്ന് ചെയ്തെന്ന് പറഞ്ഞ്. അമ്മയെ നേക്കാവോ? ഇങ്ങോട്ടിരിക്കേ, ഇങ്ങോട്ടിരിക്കേ, ഇവിടെ വന്നിരിക്കേ. പനിയൊക്കെ ആരോഗ്യമൊക്കെ പോയെന്ന് എണീക്കാൻ പോലും പറ്റില്ല എലിക്കുട്ടിയമ്മ. ഭക്ഷണമൊക്കെ കഴിക്കണമായിരുന്നു. വായിക്ക് രുചി വേണ്ടേ, അതാണ് പ്രശ്നം. അതാണ് ഓട്സ് പോലും അമ്മ കഴിക്കാൻ മടി വന്നതിൻ്റെ കാര്യം. മധുരം ഉണ്ടായിട്ട് പോലും അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ വിരിപ്പല്ല, ഈ മേടിച്ച വിരിപ്പല്ല ഒരേ ഡിസൈൻ തന്നെയാണോ? അല്ല, ഇന്നാള് പറഞ്ഞ ഈ ഡിസൈൻ തന്നെയാന്ന് തോന്നുന്നു. അത് വേറെയാ, അത് പഴയതാ. അല്ല, ഈ ഡിസൈൻ തന്നെ പഴയതാണ്, വേറെ പൂവാണ്. എല്ലാം ഏകദേശം വെള്ള കളറുള്ളതല്ലേ. എനിക്ക് ഏതാ ഈ കുഞ്ഞു പൂവും വലിയ പൂവും എങ്ങനെയൊക്കെ ഇച്ചിരി പൂ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ പൂവിന് കളർ വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകതയൊന്നും ഉണ്ടായില്ല. പൂക്കളെല്ലാം കിടക്കാൻ ഒരു സുഖം ഉണ്ടല്ലേ അമ്മയ്ക്ക്? പൂക്കളല്ലേ കിടക്കേണ്ടത് അല്ലേ അമ്മേ? പൂക്കളെ കിടന്നാലേ ഉറക്കം വരുള്ളൂ. ചെറിയ പൂക്കള് ഓരോ പ്രായത്തിന്റെ പൂക്കളെ കിടന്നാ ഉറക്കം വരത്തുള്ളൂ. ശങ്കരിയോട് നാളെ പറഞ്ഞിട്ട് എന്റെ കുഞ്ഞു കുഞ്ഞു പൂക്കളാ. ആണോ? പൂക്കളെ കിടക്കണോ? പൂക്കളെ കിടക്കണോ? ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂക്കളെ കിടന്നാലേ ഉറക്കം വരുള്ളോ? പൂക്കളെ കിടന്നാലേ ഉറക്കം വരുള്ളൂ. എന്നാ വാ കിടന്നോ. പൂക്കളെ എങ്ങോട്ട്? ഇന്ന് രാത്രിയായി, ഇനിയിപ്പോ നേരം വെളുത്തിട്ട് പോകാം. ആണോ? അതിനെല്ലാരും രാത്രിയിലാണോ പോണത്? ഈ കണ്ണറിയാൻ മേലാത്തടത്ത്, കണ്ണറിയാൻ മേലാത്തടത്തേ കൊണ്ടുപോകാൻ ആൾക്കാർ വരുന്നുണ്ട്. ആ, രാത്രിയിലേ വരവുള്ളൂ. പകൽ ഇവിടെ ആരും ഇരിക്കുകയല്ലോ. പനിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. അല്ലെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാ. എന്റെ പോക്കറ്റിനകത്ത് ഒന്നുമില്ല. അമ്മ വല്ല പോക്കറ്റിനകത്ത് ഉണ്ടെങ്കിൽ കിട്ടോ. അമ്മയുടെ കൈ വല്ലതും ഉണ്ടോ? വല്ല ഇരിപ്പുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അന്ന് പിന്നെ എന്നത്ര പോക്കറ്റ് നോക്കി എന്റെ പോക്കറ്റ് വല്ലതും ഉണ്ടോന്ന് അറിയാനോ?
എന്റെ പോക്കറ്റ് കാലിയാണ്, ഒന്നുമില്ല. എന്തുകൊണ്ടോ ദേ ഇവരോടൊക്കെ ചോദിക്കും, ഇവരുടെ പോക്കറ്റിലൊക്കെയാ ഉള്ളത്. ദേ അവരൊക്കെ എന്നാ പോക്കറ്റ് തന്നാലെന്നാലുള്ള അത്യാവശ്യത്തിനുള്ള എടുക്കുകയും ചെയ്യല്ലേ. ആ അത്രയൊക്കെ ഉള്ളമല്ല, സമ്പാദിച്ചു വെക്കാനൊന്നുമില്ല. അങ്ങനെയുള്ളൂ. പണ്ടത്തെ പോലെ അങ്ങനെ വെച്ചോടങ്ങനെയൊക്കെ പോകുന്ന ഒരാഴ്ച വരെ കൊണ്ട് നടക്കുന്നതല്ല. അതുപോലെ എപ്പോൾ ഉണ്ടോ? ഇല്ലെന്നേ, ഒരു ദിവസം കൊണ്ടുവരുന്ന ഒരു ദിവസം കൊണ്ട് തന്നെ തീരും, അത്രേ ഉള്ളൂ. ഒരു ദിവസം മുഴുവൻ പൂർത്തിയാക്കിയില്ല. കിടക്കുവാണോ? എനിക്ക് ഇത്ര നേരം കിടക്കില്ലായിരുന്നോ? എടുത്തോണ്ട് പോകണ്ടേ എവിടെ? വീട്ടിലോട്ട്. വീട്ടിലോട്ട് പോകണ്ടെന്നേ, പിന്നെ നമ്മളിവിടെ കിടക്കുവാ. പിന്നെ അതെ, വണ്ടിക്കൂലി വണ്ടി മുടക്കണ്ടേ? എവിടുന്ന്? ഇത് കൊണ്ടുപോകണ്ടേ? വണ്ടിക്കൂലി ഒന്നും മുടക്കണ്ടല്ലോ, ഇവിടെ തന്നെ കിടന്നാ മതിയല്ലോ. പിന്നെ എന്തിനാ പോണത്? എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് വിവീന വരും കേട്ടാ. വിവീന വരും, 2 ദിവസത്തേക്ക് വരുന്നുണ്ട്. ഈ മാസം പോയപ്പം പറഞ്ഞേച്ച് പോയതാ, ഇനി ഞാൻ 2 മാസം കഴിഞ്ഞേ വരുള്ളെന്ന് പറഞ്ഞു. പോയ ആളിപ്പം 2ാമത്തെ വരവാ. അവളൊക്കെ 2 ദിവസം അവധിയുണ്ട്. അവധി കൊടുക്കുന്നുണ്ട്. അവധിയാ. ഉത്സവോ പെരുന്നാളോ ഒക്കെ പഠിത്തയില്ല. പഠിക്കണം. നേഴ്സിംഗ് നല്ലതാണോ? പിന്നെ നല്ലതല്ലേ? പിന്നെ നേഴ്സെന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട്. അത് നല്ലതും നല്ലതൊക്കെ ഉണ്ട്. അള്ളം ചിലതൊക്കെ ഉണ്ടല്ലേ? നല്ലതുള്ളതും ശമ്പളം കൂടുതൽ കിട്ടുന്നതൊക്കെ ഉണ്ട്. നല്ല കൂടുതലുള്ളതും ബുദ്ധി ഓർമ്മയുള്ള നേഴ്സ് ഉണ്ടോ? പിന്നെ ബുദ്ധി ഓർമ്മയുള്ള നേഴ്സാണ് ഡോക്ടറാകുന്നത്. അല്ല പറഞ്ഞില്ലേ, ബുദ്ധി ഓർമ്മ വേണ്ടേ? മരുന്നൊക്കെ കൊടുക്കണമെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ മരുന്ന് എടുത്തു കൊടുക്കാൻ അതൊക്കെ യാദൃശ്യമായിട്ട് സംഭവിക്കുന്ന പല ചിന്തകളിലൂടെയും പോണതാ. അങ്ങനെ അങ്ങനെയൊക്കെ വെക്കുന്നേ. തലേണ വട്ടം വെച്ചിരിക്കും. അയ്യോ ചെരുപ്പൂരിട്ട് കിടക്കണം. ചെരുപ്പൂട്ടുണ്ട് ഓടാനാണോ? ഇനിയിപ്പൊ ഞാൻ പോകും. ഓ അതുകൊണ്ടാ ചെരുപ്പൂരാത്തത്, എളുപ്പത്തിന്. അയ്യോ ചെരുപ്പൂരിയിട്, എന്നാൽ ഞാൻ ഊരിക്കോളാം. ഊരട്ടെ? തല തിരിച്ചു വെച്ചേ. ഇല്ല താഴെ ഇട്ടോളാം, താഴെ. ഇല്ലാതെ വന്നാ പിന്നെ ഇല്ല മേടിച്ചാ, പുതിയത് മേടിച്ചല്ലേ ഇത്. തപ്പി നടക്കണം. ആ ഏറ്റു പോവാൻ വേണ്ടി ചെരുപ്പ് പോലും ഊരാതെയാ കിടക്കണത്. കാരണന്മാരോട് പറഞ്ഞാൽ അവരുടെ തലവണ്ട കളയണ്ടേ. മക്കളോട് പറഞ്ഞാൽ മതി, കാരണന്മാരെ ഇനി നോക്കണ്ട. സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. കാരണന്മാരെ നോക്കണ്ട, മക്കളോടും കൊച്ചുമക്കളോടൊക്കെ പറ. ജോലിയുള്ള കൊച്ചുമക്കളൊക്കെ ഉണ്ട്, അവരോടൊക്കെ പറയണം. കേട്ടാ? അമ്മ പറഞ്ഞിട്ട് ആരും മേടിച്ചിരിക്കില്ല. അമ്മ ചോദിക്കുകയില്ല. മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്തോണം എല്ലാരും. അത് ആരും തയ്യാറല്ല. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. പറയുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഓർമ്മയില്ലാത്തോണ്ട് എല്ലാരും രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എല്ലാത്തോട്ടും പണി കിട്ടിയാലേ. അത് വേറെ ആ തലേണ നേരെ വെച്ചിരുന്നേ. അല്ലെന്നേ ചേട്ടായി അന്ന് പോകുന്ന കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു കേട്ടില്ലേ? ഉടനെ വരുന്ന കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു കേട്ടില്ലേ? കാരണന്മാർക്ക് അമ്മ വിളിച്ചാൽ വരുമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ? കാരണന്മാർക്ക് വിലയിരിക്കുന്ന നേരത്ത് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ വന്നാ പോരെ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. എന്നാ വീതി ഉണ്ടല്ലോ, അത് ഇറക്കം കുറഞ്ഞപ്പോ ടൈപ്പ് ഉണ്ടാന്ന്. ഇതല്ലേ അതേ ഈ പോളിസ്റ്റർ മുണ്ടല്ലേ അമ്മ, മുണ്ടിന്റെ ഇറക്കം ഉണ്ട്. മുണ്ടേ നമ്മൾ മടക്കി കുത്തിയേക്കുന്നോട്ടാ കേട്ടോ. മുണ്ടേ മടക്കി കുത്തിയേക്കുമല്ലേ. ഇത് ചില പോളിസ്റ്റർ മുണ്ടുകൾ ചുരുണ്ട് പോകും. എൻ്റെ തുമ്പ് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, അമ്മ കൊണ്ട് അലക്കി തന്നോണ്ടിരുന്നല്ലേ, അതുകൊണ്ട് പറ്റിയതാ കേട്ടോ. എന്നാ കിടന്നോ. ഇതെന്നാ പുതിയ കെട്ടൊക്കെയാ, പുതിയ കെട്ട്, തലക്കെട്ട്, പുതിയ തലക്കെട്ടല്ലേ? ഇന്ന് കുരിശ് വരയ്ക്കുന്ന സമയം മുഴുവൻ ഇത് കാണിച്ചു കൂട്ടിയതാ. ആണോ? കുരിശ് വരയ്ക്കാൻ വന്നില്ല. ഞങ്ങളിവിടെ കുരിശ് വരച്ചോണ്ട് സമയം മുഴുവൻ ആളിരുന്ന് ഈ കെട്ടായിരുന്നു. കാണിക്കാൻ എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ അല്ലേ? എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ അല്ലേ? ചോദിക്കാൻ മതി മുറുക്കിയത്. എത്ര എണ്ണ കെട്ടി വെച്ചിരിക്കുന്നത്. കഞ്ഞിതേ കഞ്ഞി കൊണ്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്ന കഞ്ഞി തണുത്തു വന്നിട്ട് എന്നോട് തണുത്ത കഞ്ഞിയെ തന്നേന്ന്. പാൻ ഇട്ട് വെച്ചിരിക്കുക. കഞ്ഞി തണുത്തു പോകുന്നു. ചൂടാക്കിക്കൊണ്ട വെച്ചിരിക്കുന്ന കഞ്ഞിയാ. ഇങ്ങനെ കട്ടേണ്ട കാര്യമില്ലായിരുന്നല്ലോ.
ഇങ്ങനെ കെട്ടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അമ്മയുടെ ഓരോ ഇഷ്ടമല്ലേ. അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണേന് എന്നാ കുഴപ്പം അല്ലേ? ഇത് ബ്രെഡ് നോക്കി ഒന്ന് അടുപ്പിച്ച് വെച്ചു. അത് സ്ഥിരം പരിപാടിയാ. അത് നമുക്ക് നോക്കും നല്ല കറിയൊക്കെയാണോ ഇല്ലയോ, എന്നാലാണ് ഇത് കഴിക്കാൻ പാലൊരു സംതൃപ്തി ഉള്ളൂ. രാവിലെയാണ് അമ്മയ്ക്ക് ഇപ്പോഴും മിക്കവാറും ഒക്കെ ക്ഷീണം. വൈകുന്നേരം ആകുമ്പോഴത്തേനും അമ്മ ഒക്കെ പാകുന്നുണ്ട്. ഇപ്പം വിവീന വൈകിട്ടത്തേന് വന്നു. പിന്നെ അമ്മ കിടപ്പായിരുന്നുകൊണ്ട് വിവീന അമ്മയുടെ അടുത്തോട്ടൊന്നും പോയില്ല. നീ കഞ്ഞി കുടിച്ചോന്ന് ചോദിച്ചു കേട്ടോ. അത് കഴിക്കത്തില്ല. ഞാൻ മീനൊക്കെ വറുത്ത് വെച്ചതാ. അമ്മ ഒന്ന് കുടിച്ചോ. ചൂടാറിപ്പോ വന്ന് കഴിക്കേ. കഞ്ഞി കുടിക്കാനേ വന്നേ. ചൂടാറിപ്പോന്നേ. അതാ ഏലിക്കുട്ടി അമ്മയ്ക്ക് വെച്ചേക്കണ കഞ്ഞിയാന്നേ. ആ അത് വന്നപ്പോഴല്ലേ എടുത്ത് വെച്ചത്. അമ്മ ഇങ്ങ് വന്നപ്പോഴത്തേനാ എടുത്ത് വെച്ചത്. അമ്മ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനല്ലേ എടുത്ത് വെച്ചത്. ഈ തലക്കെട്ടൊക്കെ എന്തിനാ എന്ന് കെട്ടിയത്? പതിവില്ലാത്ത ഒരു കെട്ടൊക്കെയാണല്ലോ കിട്ടിയേക്കണേ. ഇന്ന് കുളിച്ചൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ തലക്കെട്ട് കെട്ടി വെച്ചാണ്? അത് കഴിച്ചോളും, കുടിച്ചോളും, കുഴപ്പമൊന്നുമില്ല. മിച്ചം വെച്ചേര്, കഴിച്ചു കഴിഞ്ഞിട്ട് മിച്ചം വെച്ചേര്. അത് കഴിച്ചോ, അത് കഴിഞ്ഞിട്ട് മിച്ചം വെച്ചേര്. ആരാമേത്? തറയൊന്നും പതിരില്ല. ഇതാരാ മേ എന്നാക്കണേ? ഇതാരാ ഇത്? അതാരാ ഇത്? അല്ല ആരാന്നറിയാൻ ചോദിച്ചതേ ഉള്ളൂ. ബന്ധത്തിൽപ്പെട്ട കൊച്ചാണോ? നമ്മുടെ മകളല്ലേ? എലിക്കുട്ടി അമ്മയുടെ മകളല്ലേ? എലിക്കുട്ടി അമ്മയുടെ മകളല്ലേന്ന്. ഇവിടെ ഉള്ളവർക്കൊക്കെ വട്ടല്ലേ അമ്മച്ചി? ഇവിടെ ഉള്ളവരൊക്കെ വേറെ പിച്ചും പേരല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ? ഞാൻ ആരാന്ന് അമ്മച്ചിക്ക് അറിയാവോന്നാണ് അവര് ചോദിച്ചത്. ഓർക്കുന്നുണ്ടോന്ന് അറിയാൻ ചോദിച്ചതാ. ജോമോൻ. അമ്മച്ചി എന്നാ പറയുന്നേ എന്നെ കണ്ടിട്ട്? എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ആളല്ലേ. പെട്ടെന്ന് കഞ്ഞി കുടിച്ചോ. അമ്മ കുടിച്ച് മിച്ചം വെച്ചാൽ മതി. ആ മൃഗത്തിന് കൊടുക്കാം. ബാക്കി അമ്മ കഴിച്ചോ. അമ്മ കഴിച്ചിട്ട് മിച്ചം വെച്ചോ കേട്ടോ. പേലിക്കുട്ടി അമ്മ അവിടെ ഇത് കഞ്ഞി കുടിക്കിട്ടി. നമുക്ക് പുറകോട്ട് മാറാം. തെക്കേടത്ത് ഹോസ്പിറ്റലിൽ വന്നിരിക്കുവാണേ. നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് ഡോക്ടറെ കാണിച്ചേക്കാന്ന് വെച്ചു അല്ലേ. നമുക്ക് മുഖത്തിന് ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ട്. രാവിലെ എണീക്കാനൊക്കെ ഇച്ചിരി ക്ഷീണമുണ്ട്. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിച്ച് ഇച്ചിരി എനർജി എന്തെങ്കിലും കൊടുത്തേക്കാം അല്ലേ. ഇച്ചിരി എനർജി എന്തെങ്കിലും മേടിച്ചേക്കാം അല്ലേ ഡോക്ടറെ അടുത്തുനിന്ന്. അപ്പം നമ്മുടെ മൂത്രം ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് മൂത്രം എടുക്കാൻ പറ്റുന്നില്ല. അമ്മ മൂത്രം ഒഴിച്ചിട്ടാണ് പോകുന്നതുകൊണ്ട് മൂത്രം എടുക്കാൻ പറ്റിയില്ല. ഇനി ബ്ലഡ് എടുക്കാമെന്നാണ് പറഞ്ഞത്. മൂത്രം നാളെ കൊണ്ട് കൊടുത്താൽ എടുത്ത് നാളെ കുപ്പിങ്ങോട്ട് പോയി നാളെ എടുത്തുകൊണ്ട് കൊടുക്കാം. ഇവിടെ ബ്ലഡൊക്കെ എടുത്തിട്ട് വന്ന് ഞങ്ങളിവിടെ കിടക്കുകയാണ്. ഈ റിസൾട്ട് കിട്ടണം 1.5 മണിക്കൂർ കഴിയും. റിസൾട്ട് കൂടെ നോക്കിയിട്ട് ഡോക്ടർ പറയാമെന്ന് പറഞ്ഞു. മൂത്രം രാവിലെ എടുത്ത് ഇവിടെ കൊണ്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂത്രം എടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. രാവിലെ അമ്മ നന്നായിട്ട് മൂത്രം ഒഴിച്ചായിരുന്നു. അതുകൊണ്ട് മൂത്രം ഇപ്പം എടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. പുറത്ത് പോയി മൂത്രം ഒഴിക്കാൻ പാടാണ്. വേറെ ആൾ കൂടെ നിൽക്കുമ്പോഴേക്ക് ഒഴിക്കാൻ പാടാണ്. മരുന്നൊക്കെ കുറിച്ച് എലിക്കുട്ടിയമ്മയ്ക്കുള്ള മരുന്നൊക്കെ കുറിച്ചിട്ടുണ്ട്. ബ്ലഡ് പരിശോധിച്ചിട്ടൊന്നും കുഴപ്പമില്ല. ഒന്നിനും കുഴപ്പമില്ല. പണ്ട് പോലെ അങ്ങനെയൊന്നും കുഴപ്പമില്ല. ഷുഗറൊന്നും ഒരു വിഷയമില്ല. അപ്പം മരുന്ന് കുറച്ച് തന്നിട്ടുണ്ട്. ആ മരുന്ന് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂത്രം പരിശോധിച്ച ആളെ കൊണ്ട് കാണിക്കണം. അത് മാത്രമേ ഉള്ളൂ.
എലിക്കുട്ടിയമ്മ എലിക്കുട്ടി ഇങ്ങോട്ട് കാണത്തില്ല. ആ അതെ എലിക്കുട്ടിയമ്മേനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അതാരാ അമ്മ? മരുന്നൊക്കെ മേടിച്ചു. ഭയങ്കര ചൂടാ ചോമനെ, ചുമ്മാ അമ്മേനെ ആയിട്ട് ചൂട് കൊള്ളിക്കാതെ. എലിക്കുട്ടിയമ്മയുടെ മരുന്നൊക്കെ മേടിച്ചു. ഇനി നമ്മൾ പോവാണ്. ചെറിയ ഒത്തിരി മരുന്നുകളൊന്നുമില്ല. ക്ഷീണം കുറയാനുള്ള മരുന്ന് കിട്ടിയാ നമ്മുടെ വീട്ടിലോട്ട്. നമ്മളെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോവാണ്. മരുന്നൊക്കെ മേടിച്ചില്ലേ? അത് മതി. നമ്മള് സ്ഥിരം വരുന്ന ഹോസ്പിറ്റലിൽ എന്നാളും വന്നതല്ലേ ഇവിടെ ഇവിടെ നോക്കാം. നമ്മള് എലിക്കുട്ടിയമ്മയായിട്ട് തിരിച്ചു പോവാണ്. മരുന്ന് പ്രത്യേകിച്ച് തന്നില്ല, ഷുഗറൊന്നും ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളേ ഉള്ളൂ. മരുന്ന് കഴിക്കാന്നേ ഉള്ളൂ. ഈ പനിയുടെ ക്ഷീണമാണ് ശരിക്കും. അതിനുള്ള മരുന്നുകളെ ഡോക്ടർ തന്നിട്ടുള്ളൂ. നമ്മുടെ എലിക്കുട്ടിയമ്മയുടെ വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ. എലിക്കുട്ടിയമ്മയുടെ വിശേഷങ്ങൾ പറയുകയാണ്. അപ്പോൾ ആന്മാരെ ഒന്ന് ആശുപത്രി ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ക്ഷീണം കൂടുതലാണെന്ന് തോന്നിയതുകൊണ്ട് ആണ്. ഭക്ഷണത്തോട് കുഴപ്പമില്ല കഴിച്ചു. എന്താ കോരി കൊടുത്താൽ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് കാണിച്ചേക്കാന്ന് വെച്ചു. ബ്ലഡൊക്കെ എടുത്ത് പരിശോധിച്ചു. കുഴപ്പമൊന്നുമില്ല, ഷുഗറില്ല, ഒന്നുമില്ല, കുഴപ്പമില്ല. ഇനി നാളെ മൂത്രമോടെ കൊണ്ട് കാണിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. അങ്ങനെ എലിക്കുട്ടിയമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ വന്നു. എന്നാ ആരാന്ന് അറിയത്തില്ലേ? ആരാ അമ്മ അറിയാലേ? ഇന്നലെയൊക്കെ പറഞ്ഞതാണല്ലോ വിവീനയാന്നൊക്കെ പറഞ്ഞതാണല്ലോ. ഈ സ്ഥലം പോലും അറിയത്തില്ലല്ലേ? ഇത് നമ്മുടെ വീടല്ലേ? പനി വന്നാലുള്ള കുഴപ്പം ഇതൊക്കെയാണ്. തലയ്ക്ക് വെളിവില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും പനിയാണ്. ഇപ്പോൾ ചെന്ന എൻ്റെ കൂട്ടുകാരനെ കണ്ട അവനും പനി പിടിച്ചിട്ട് ഒരു റിലേ ഇല്ലെന്നാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കയറിപ്പോക്കോ അകത്തോട്ട്. അപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എലിക്കുട്ടിയമ്മയ്ക്ക്. ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റെഡിയായാൽ മതി. സിറപ്പൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥലം, നമ്മുടെ വീട്, ഞാറുകുളം ഉതിരക്കട്ട വീട്. വാ നോക്കി നമ്മുടെ കട്ടിലൊക്കെ നോക്കി. കട്ടിലും പെട്ടിയൊക്കെ ഉണ്ടോ നോക്കി. ഇത് വീടാണോ? കട്ടിലുണ്ടോ? പെട്ടിയുണ്ടോ? പെട്ടി. ഇത് വീടല്ലേ? അത് മതി. ആണോ? അതെന്ത് കൊണ്ടുപോയി? ആര് കൊണ്ടുപോയി? കൊണ്ടുപോയല്ലേ? ആശുപത്രി വരെ പോയിട്ട് വന്നപ്പോ എലിക്കുട്ടിയമ്മ സ്മാർട്ടായി. ഞാൻ മരുന്ന് വേണേ കൊടുത്തേര്. ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള ഭക്ഷണം കഴിച്ചിട്ട് കൊടുത്താൽ മതിയായിരിക്കും. മരുന്നൊക്കെ കഴിക്കാനുണ്ട് കേട്ടോ. ഡോക്ടറേ ഇച്ചിരി മരുന്നൊക്കെ തന്നിട്ടുണ്ട്. ബ്ലഡൊക്കെ പരിശോധിച്ച് നോക്കി. ഒരു കുഴപ്പമില്ല. ബ്ലഡൊക്കെ എടുത്തേ. പരിശോധിച്ച് ബ്ലഡൊക്കെ എടുത്ത് നോക്കിയില്ലേ? അമ്മ മറന്നുപോയില്ലേ? ഇച്ചിരി മൂത്രമോടെ എടുത്ത് കൊടുക്കണം. മൂത്രമോടെ ഒന്ന് പരിശോധിക്കണം. നാളെ രാവിലെ മുള്ളുമ്പം നമുക്ക് മൂത്രം എടുക്കണം. അവിടെ വെച്ച് നമ്മൾ എടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അമ്മയ്ക്ക് മൂത്രം ഇല്ലെന്നാണ് പറഞ്ഞത്. രാവിലെ നന്നായിട്ട് മുള്ളിപ്പോയായിരുന്നു. അതുകൊണ്ട് വെള്ളം കുടിക്കണം. ഇനി ഈ പനിയുടെ ഒക്കെ പോകണമെങ്കിൽ വെള്ളം കുടിച്ചാലേ പറ്റുള്ളൂ. വെള്ളം വേണ്ടെന്ന് പറയരുത്. നന്നായിട്ട് വെള്ളം കുടിക്കണം. ഒപ്പം മരുന്നും കൂടെ കഴിക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കണം. ബ്ലഡ് പരിശോധിച്ചു. ഇനിയിപ്പോൾ മൂത്രമോടെ പരിശോധിച്ചാൽ കാര്യം അറിയാലോ. മധുരം ഉണ്ടല്ലോ. 2 കിലോ മേടിച്ചിട്ട് 1 കിലോ അമ്മയ്ക്ക് വേണ്ടിയാ. 1 കിലോ അമ്മയ്ക്കുള്ളതാട്ടോ. വായിലിച്ചിരി വെള്ളമൊക്കെ ഉണ്ടാകട്ടെ. വായിക്ക് രുചിയില്ല. മധുരം ഇല്ലെന്നല്ല പറയണേ. വെള്ളത്തിന് ചുവയൊന്നുമില്ല. ഇപ്പൊ പനി വന്ന അവൻ പറയാ പിന്നെ ഒരു ചുവയില്ലെന്ന്. വായി വെച്ചിട്ട് ഒരു സാധനത്തിന് ഒരു ചുവ. അമ്മ തിന്നിയല്ലാത്ത ഭക്ഷണം തിന്നിയല്ലാത്തത്. അമ്മ ഓട്സ് എത്ര കാര്യമായിട്ട് തിന്നുന്നതെന്ന് എനിക്കറിയാം. വേറെ എന്ത് സാധനം തിന്നില്ലല്ലോ ഓട്സാ തിന്നുന്നത്. പക്ഷെ അമ്മയ്ക്ക് അത് ആദ്യ സമയത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അവസാനം വരുമ്പോഴത്തേനായിരിക്കും കൂടുതൽ ഇതാകുന്നത്. ഇപ്പം എനിക്ക് തന്നെ 2 ദിവസം വിശപ്പാകുന്നുണ്ട്. എനിക്കിപ്പോൾ 2 ദിവസത്തേന് ആണ് കുറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ നമ്മുടെ ബി പിയുടെ ഗുളിക 4 mg കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. 8 mg കൊടുത്തോണ്ടിരിക്കണേ. 4 mg കൊടുത്താൽ മതി എന്നല്ല പറഞ്ഞേ. ഇപ്പൊ അത് ഇതിന്റെ പനിയുടെ ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാം കഴിച്ചോണം. എല്ലാം കഴിച്ചോണം. അല്ല ഇനിയും ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും കേട്ടോ. ഇനി അമ്മ കഴിച്ചു ഉഷാറായാൽ മതി അല്ലേ? ഇനി കഴിച്ചു ഉഷാറാകണം. മക്കളോടൊക്കെ വർത്തമാനം പറയണ്ടേ? കാര്യങ്ങളൊക്കെ മക്കളോട് സംസാരിക്കണ്ടേ? അതിന് വേണ്ടി എന്നാൽ ഞാൻ കുറുപ്പന്തറയ്ക്ക് പോവാം കേട്ടോ. ഞാനേ കുറുപ്പന്തറ വരെ പോവാം.
കുറുപ്പന്തറ വരെ പോയിട്ട് വരാം. കുറുപ്പന്തറ വരെ പോയിട്ട് വരാം. വരുവാ ഉമ്മയും തിരി. ആ വാ. അറിയോ? അറിയത്തില്ലേ? ഞാനോ? ഞാൻ ഞാറുകുളത്തിയാ. അറിയോ? അറിയത്തില്ലേ പേര് പപ്പായുടെ? അറിയത്തില്ല പപ്പാടി ചോദിക്കാൻ. പപ്പായുടെ ചോദിക്കാം. ഇങ്ങോട്ടാ പോണം അല്ലെ കൊണ്ടേ വിടാൻ പറഞ്ഞു. അത് തന്നെ. ആശുപത്രി പോയിട്ട് വന്നാണോ? അല്ലേ പിന്നെ പനിയാണോ? പോയിട്ട് വന്ന ഡോക്ടറെ കാണാൻ. ആണോ? എന്തിന്? കഴിച്ചെന്തെങ്കിലും? കഴിച്ചെന്തെങ്കിലും? വല്ലതും കഴിച്ചോന്നോ? ആ കഴിച്ചായിരുന്നു. എന്തോ അമ്മ ഏറ്റിരിക്കാ കിടക്കുന്ന ഏറ്റിരുത്താം. അറിയത്തില്ല. അമ്മച്ചിനെ കാണാൻ വന്നല്ലേ എടാ? ഇതാരാന്നറിയോ? എനിക്ക് അറിയത്തില്ലേ. സാബുമോന്റെ വീട് ഏതാ? എനിക്കറിയത്തില്ല. സാബുമാന്റെ വീട് ഇവിടെ എങ്ങാണ്ടായിരിക്കും. ആണോ? എനിക്ക് അറിയത്തില്ല അതിങ്ങനെയാണ്. പനിയുടെ ആണോ? മാളെ പേരേടാ. മാളെ വീട്ടു പേരെന്നാ? ഞാറുകുളത്തെ. ആണോ? നമ്മളെല്ലാം ഒരു വീട്ടുകാരാ. ബന്ധമുള്ളവരാണ്. ബന്ധമുള്ളവരാ. നിൽക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ്. ആ അതെ, ഇവരെല്ലാം ഞാറുകുളത്തെയാ. ഞാൻ ആൾ നോക്കാതെ ഞാറുകുളത്തെ എനിക്കറിയാം. ജോമോനെ അറിയാവോ? ഞാറുകുളത്തെ പിന്നെ അറിയാം. നിങ്ങൾ ഒരു ബന്ധക്കാരാണോ? പിന്നെ മകനല്ലേ? മകന ഈ വീഡിയോയിൽ കിട്ടി. 10-12 വയസ്സായതരാണ്. പഠിച്ചോണ്ടിരിക്കുന്നതാണല്ലോ. പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളു. ഇനിയും പഠിക്കാനുണ്ട് കുറച്ചുകൂടെ. അമ്മക്ക് ഒരു 86-87. എത്ര മക്കളാണ്? 4 മക്കള്. 5 മക്കളുണ്ടായാണ്. ഒരാൾ നടക്കാൻ മരിച്ചു പോയി. പറ്റുമോ? വയ്യേ നടക്കാൻ പറ്റുമോ? എനിക്കോ വൈകിട്ട് കുറേ നടപ്പും പുറങ്ങും പോക്കും ഇല്ല നാളെ. അല്ല അമ്മേ മജി ചെങ്ങന്നൂര് നമ്മെ കാണാൻ വന്നതാ. ചെങ്ങന്നൂരിന്ന്. ചെങ്ങന്നൂര് ചെങ്ങന്നൂരില്ലേ? ചെങ്ങന്നൂര് പത്തനംതിട്ട. എനിക്കറിയത്തില്ല. ആ പത്തനംതിട്ടന്ന് അമ്മയെ കാണാൻ വന്നതാ കേട്ടോ. അറിയത്തില്ല. ആ സാരമില്ല. തെങ്ങുംപോടെന്ന് പറഞ്ഞാ ചെങ്ങന്നൂര്. തെങ്ങുമൂടല്ല, ചെങ്ങന്നൂര്. ചെങ്ങന്നൂരില്ലേ? ചെങ്ങന്നൂര് തിരുവല്ല. ആ വീട്ടുപേര്. വീട്ടുപേരല്ല, സ്ഥലപ്പേര്. ഒരു സ്ഥലത്തെ കരയുടെ പേര്. ആ കരയുടെ പേരാ. നിങ്ങളുടെയാണോ? ഞങ്ങളുടെയാ. ധൈര്യമായിട്ട്. ഇനിയിപ്പോ ഒന്നും കുറച്ച് പ്രശ്നമില്ല. ഇനിയിപ്പോ പ്രശ്നമൊന്നും ഇല്ല. ഇതൊക്കെ ഉള്ളതുകൊണ്ട്. അതെ. ഈ കടലിൽ കിടക്കണേ. ഈ കട്ടിലല്ല ഞാൻ കിടക്കുന്നേ. വൈകിട്ട്. അതെ അതെ. അമ്മച്ചി ഇവിടെ കിടന്നു, ഞാൻ ഇവിടെ കിടക്കാം. ഞാൻ ഇവിടെ കിടന്നോളാം. ബിബിന എന്തിയേ? ഞാൻ എന്റെ വീട്ടിലല്ലേ. ആ വീട്ടിൽ പോവോ ഇനി? ഇനി വീട്ടിൽ പോവോ? പിന്നെ ബിബിന വന്നിട്ടുണ്ടോ? ബിബിന വന്നിട്ടുണ്ടോ? വിനായ അവള് ഇങ്ങോട്ടൊന്നും പോന്നിട്ടില്ല. വന്നിട്ടില്ല. അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. വീട്ടിലുണ്ട്. കാലാക്കുമെന്ന് വലിക്കുകയൊക്കെ ചെയ്യും. അത്രയേ ഉള്ളൂ. അയാൾ ആണോ?
അത്യാവശ്യം പ്രായമൊന്നുമില്ലല്ലോ. അന്ന് കിടക്കാം. കിടന്നോ കിടന്നോ കിടന്നോ. ഉറക്കം വരുന്നുണ്ടോ? ഇത്തിരി എരി എന്താ നിൽക്കേ വർത്താനം പറ. ഇതിപ്പോൾ ഈ മൂടില്ലാത്തതുകൊണ്ടാണ് വർത്താനം പറയാത്തേ. ഈ പനിയുടെ ഇതങ്ങോട്ട് വിട്ട് വരുന്നേ ഉള്ളൂ. ആ വീട്ടിലോട്ട് പോകണ്ടേ? ഇതാ നമ്മുടെ വീട്. ഇതാ നമ്മുടെ വീട്. ആ ഇതാന്നേ വീട്. വേറെ ഏത് വീട്ടിൽ പോനാ? പിന്നെ മോളുടെ പേര് ചോദിച്ചോ? എനിക്കറിയാം. അവര് പോവാന്ന്. അമ്മേ മോള് പോവാന്ന്. മോള് പോകുവാന്ന്. ആ മോള് പോകുവാന്ന്. ആ ഞാനും പോരുവാ. അമ്മ വരുന്നോ? വരുന്നോ? എന്നെ കൊണ്ടുപോവോ? പിന്നെ കൊണ്ടുപോവാലോ. വീട്ടിൽ വിട്ടേക്കട്ടെ? വീട്ടിൽ വിട്ടേക്കട്ടെ? വീട്ടിലോട്ട് കൊണ്ടുപോക്കോട്ടെ? നിങ്ങളുടെ വീട്ടിലോട്ടോ? ഞങ്ങളുടെ വീട്ടിലോട്ടോ അമ്മച്ചിയുടെ വീട്ടിലോട്ടോ? എങ്ങോട്ടായാലും കുഴപ്പമില്ല. ഇങ്ങോട്ടല്ലേ കുഴപ്പമില്ലേ? എന്തെങ്കിലും അലമ്പില്ലാത്ത വീടായിരിക്കും. ആ കഞ്ഞിയൊക്കെ കുടിച്ചോ? കഞ്ഞിയൊക്കെ ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കുടിച്ചോ? ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കുടിച്ചോന്ന്? ഞങ്ങളോ? ആ ഇല്ലേ? നമ്മളെന്നിട്ട് കോരി തന്നെന്ന് പറഞ്ഞല്ല. നമ്മളെന്നിട്ട് വാരി തന്നെന്ന് പറഞ്ഞല്ല. വരുന്നവരോട് അവർക്കറിയാം. ആ അവർക്കറിയത്തുള്ള. ഏതൊക്കെയാലും കുറവുണ്ടല്ലേ. നമുക്ക് മൂത്രം എടുത്ത് കൊടുക്കണം നാളെ കേട്ടാ. മൂത്രം പരിശോധിക്കാൻ കൊടുക്കണം ഡോക്ടറെ അടുത്ത്. മൂത്രം എടുത്ത് തന്നെ മൂത്രേ നാളെ മൂത്രം എടുത്ത് തന്നെ പറയും ചെയ്ത്. എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് പരിശോധിക്കാൻ കൊടുക്കണമെന്ന്. വല്ല കുഴപ്പമുണ്ടോ അതും കൂടെ നോക്കിയേക്കാം. ആരോട്? അവരോട് ചോദിച്ചാൽ. ആ അവരോട് ചോദിക്കാം. അത് സഹകരിക്കുന്നവരോട് ചോദിക്കാം. ആ സഹകരിക്കേണ്ട അമ്മയാ. മൂത്രം എടുക്കാൻ സഹകരിക്കേണ്ട അമ്മയാ, വേറെ ആരുമല്ല. അമ്മ സഹകരിച്ചാലേ മൂത്രം എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് പരിശോധിച്ചേക്കാം മൂത്രം കൂടെ. ആ കഞ്ഞിയൊക്കെ കുടിക്കാം. എന്നാ ശരി. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.